കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി 3ാം സ്ഥാനം നേടിയ 7 വയസ്സുകാരൻ ആലപ്പുഴ വളവനാട് സ്വദേശി അപ്പുണ്ണിയാണ് സുവർണ്ണ നേട്ടം കൈവരിച്ചത്. എൻ്റെ പേര് അപ്പുണ്ണി. ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ തായ്ലാൻഡ് ബാങ്കോക്കിൽ പോയി ഇന്റർനാഷണൽ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് കിട്ടി. ഫാഷൻ ഷോ ഇന്ത്യക്ക് വേണ്ടി. ഞാൻ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. ഞാൻ പഠിക്കുന്ന സ്കൂള് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണക്കാട്. ബാങ്കോക്കിൽ നടന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരമായ ജൂനിയർ മോഡൽ ഇന്റർനാഷണലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആലപ്പുഴ വളവനാട് സ്വദേശി അപ്പുണ്ണിക്ക് 3ാം സ്ഥാനം. 6 മുതൽ 8 വയസ്സുവരെയുള്ള വിഭാഗത്തിലാണ് അപ്പുണ്ണി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. ഫിലിപ്പൈൻസുകാരനൊപ്പമാണ് 3ാം സ്ഥാനം ഇന്ത്യക്ക് വേണ്ടി അപ്പുണ്ണി പങ്കുവച്ചത്. വളവനാട് വിജയ നിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിൻ്റെയും മകനാണ് അപ്പുണ്ണി. മിമിക്രിയും ഡാൻസും ചേർന്ന മീഡിയ ഷോയുമായി അപ്പുണ്ണി ഫൈനലിലെ ടാലന്റ് റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അഭിമുഖം, നാഷണൽ കോസ്റ്റ്യൂം വിഭാഗം, സ്യൂട്ട് വിഭാഗം, റാംപ് വാക്ക് മത്സരങ്ങൾ എന്നിവയാണ് ഫൈനലിൽ നടന്നത്. മോഡലായും TV കോമഡി ഷോകളിലെ അഭിനേതാവുമായ അപ്പുണ്ണി 4 വയസ്സ് മുതൽ മിമിക്രി രംഗത്തുണ്ട്. അച്ഛൻ കണ്ണനുണ്ണിയാണ് ഗുരു. പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്ത്യക്ക് വേണ്ടി അപ്പുണ്ണി ജൂനിയർ മോഡൽ ഇൻ്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര ഫാഷൻ ഷോ മത്സരത്തിൽ 6 മുതൽ 8 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചു. ബാങ്കോക്കിലായിരുന്നു, തായ്ലൻഡിലായിരുന്നു മത്സരം. ഓഗസ്റ്റ് 7 മുതൽ 10-ാം തീയതി വരെയായിരുന്നു മത്സരങ്ങൾ നടന്നത്. അപ്പോൾ മത്സരത്തിന് ഇന്ത്യക്ക് അഭിമാനമായിട്ട് സെക്കൻഡ് റണ്ണറപ്പ് നേടാൻ അപ്പുണ്ണിക്കായി. ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെ മത്സരിച്ച് സമ്മാനം നേടിയപ്പോൾ പ്രസ് മീറ്റിൽ വന്നിരുന്നു. ഞാനൊരു മിമിക്രി കലാകാരനാണ്. അതുപോലെ അപ്പുണ്ണിയും 3ാം വയസ്സിൽ തന്നെ മിമിക്രി ആരംഭിച്ചിരുന്നു. നമ്മളുടെ ഈ ടാലൻറ്റ് റൗണ്ട്, പല റൗണ്ടുകളാണ് അന്താരാഷ്ട്ര ഈ ഫൈനലിൽ ഉണ്ടായിരുന്നത്. ടാലൻറ്റ് റൗണ്ട് മത്സരത്തിൽ മിമിക്രിയാണ് പ്രധാനമായിട്ട് പുള്ളി ചെയ്തത്. നമ്മുടെ കോമഡി ഉത്സവം ഫ്ലവേഴ്സ് TV കോമഡി ഉത്സവം എന്ന ആ ഒരു ഷോയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന റെക്കോർഡുള്ള ആളാണ് അപ്പുണ്ണി. അപ്പോൾ മിഡാഷ് ഷോ, മിമിക്രിയും ഡാൻസും ചേർന്നിട്ടുള്ള മിഡാഷ് ഷോ എന്ന ഷോയാണ് അപ്പുണ്ണി ഇവിടെ അവതരിപ്പിച്ചത്. കുട്ടികളുടെ കോസ്റ്റ്യൂംസ്, അവരുടെ ടാലൻറ്റ്, പേഴ്സണാലിറ്റി, റാംപ് വോക്ക്, ഇങ്ങനെ വിവിധ സ്റ്റെപ്സ് അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മത്സരങ്ങൾ പോയിരുന്നത്. ഇതിൽ ഓരോ കോസ്റ്റ്യൂംസിനും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. നമുക്കതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്കതിലൊരു, ഞങ്ങളെ സംബന്ധിച്ച് നാഷണൽ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ വയനാട് ദുരന്തവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത്. ഞങ്ങൾ വേറൊരു കോസ്റ്റ്യൂം ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ലോകോന്നത മത്സരത്തിൻ്റെ വേദിയിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോറിങ് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൽ പ്രകാരം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി ദിനം ഈ 2024 പരിസ്ഥിതി ദിനം ഞങ്ങളൊരു ഡ്രസ്സപ്പിലാക്കി. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഒക്കെയും കാരണം, മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ച് അവസാനം പ്രകൃതി തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു വസ്ത്രത്തിൻ്റെ രൂപത്തിലാക്കി. അത് വളരെയധികം മത്സരത്തിൻ്റെ സമയത്ത് വളരെയധികം അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.